നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോട്ടയം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ കോളേജിൻ്റെ സഹകരണത്തോടെ സ്വകാര്യ മേഖലകളിലുള്ള പ്രമുഖ കമ്പനികളിലെ ഒഴിവുകളിലേക്ക് രാവിലെ 9 മണി മുതൽ പ്രയുക്തി 2024 എന്ന പേരിൽ ജോബ് ഫെയർ നടത്തുന്നു. തൊഴിൽ മേളയിൽ പങ്കെടുക്കാനുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗദായകർക്കുമുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. +2 മുതൽ ബിരുദാനന്തര ബിരുദം വരെ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മേളയിൽ പങ്കെടുക്കാം. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികളും ഉദ്യോഗദായകരും QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. QR കോഡ് സ്ക്രീനിൽ കൊടുക്കുന്നു. എംപ്ലോയബിലിറ്റി സെൻറ്റർ, ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, സിവിൽ സ്റ്റേഷൻ, കോട്ടയം. ഫോൺ നമ്പർ 04812563 സഹായത്തിന് ഹെൽപ്പ് ഡെസ്കിൻ്റെ സേവനം ഉണ്ടായിരിക്കുന്നതാണ്. ടൈം 9 AM. ഡേറ്റ് ഓഗസ്റ്റ് 12, 2024 തിങ്കളാഴ്ച. ശ്രീനാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കുമരകം. ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്ക് തെറാപ്പിസ്റ്റ്, വാച്ചർ കം ഗാർഡനർ നിയമനം. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്ക് തെറാപ്പിസ്റ്റ്, വാച്ചർ കം ഗാർഡനർ എന്നീ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ 20-നും 50-നും മധ്യേ പ്രായമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വീഡിയോയിൽ നൽകിയിരിക്കുന്ന ജോലി വിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കുക. ആധാറിൻ്റെ പകർപ്പ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ജനപ്രതിനിധി, ഗസറ്റഡ് ഓഫീസർ എന്നിവർ നൽകിയത് എന്നിവ സഹിതം വെള്ള പേപ്പറിൽ എഴുതിയ അപേക്ഷകളുമായി ഓഗസ്റ്റ് 2 നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. തെറാപ്പിസ്റ്റിൻ്റെ അഭിമുഖം രാവിലെ 10 മണിക്കും വാച്ചർ കം ഗാർഡനർ അഭിമുഖം ഉച്ചകഴിഞ്ഞ് 2 മണിക്കും നടക്കും. ഫോൺ നമ്പർ 0481295138. വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിൽ മിഷൻ വാത്സല്യ ഹെൽപ്പ് ലൈനിൽ ഒഴിവുകൾ. മിഷൻ വാത്സല്യ പദ്ധതിയുടെ ഭാഗമായി വനിതാ ശിശുവികസന വകുപ്പിൻ്റെ സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ കീഴിൽ നടപ്പിലാക്കുന്ന ചൈൽഡ് ഹെൽപ്പ് ലൈനിൻ്റെ തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള സംസ്ഥാന ഹോൾ സെൻ്ററുകളിലേക്ക് ഹെൽപ്പ് ലൈൻ അഡ്മിനിസ്ട്രേറ്റർ, IT സൂപ്പർവൈസർ എന്നീ തസ്തികകളിലെ ഒഴിവുകളിലേക്കും കോൾ ഓപ്പറേറ്റർ തസ്തികകളിലെ ഒഴിവുകളിലേക്കും യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അടിസ്ഥാന യോഗ്യത ബിരുദം, ബിരുദാനന്തര ബിരുദം. പ്രായപരിധി 50 വയസ്സ്. ശമ്പളം 30,000 രൂപ മുതൽ. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷയിൽ ഫോട്ടോ പതിപ്പിച്ച് യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം ഓഗസ്റ്റ് 8 5 മണിക്കകം സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി, സംസ്ഥാന കാര്യാലയം, വനിതാ ശിശുവികസന ഡയറക്ടറേറ്റ്, പൂജപ്പുര, തിരുവനന്തപുരം 695012 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. അപേക്ഷാ ഫോറത്തിൻ്റെ മാതൃകയും മറ്റ് വിശദ വിവരങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ലഭ്യമാണ്. ഡ്രൈവിംഗ് അറിയാമോ? വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിൽ ജോലി. വേറെയുമുണ്ട് ഒഴിവുകൾ. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, മണ്ണുത്തി വിവിധ ഒഴിവുകളിലേക്ക് പുതിയ നിയമനം നടത്തുന്നു. ഡ്രൈവർ, അറ്റൻഡൻറ്റ്, ഡേറ്റ റെക്കോർഡർ എന്നീ ഒഴിവുകളിലേക്ക് നിയമനമാണ് നടക്കുന്നത്. യോഗ്യത ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റൻറ്റ്, +2 ഡ്രൈവിംഗ് ലൈസൻസ്. 2 യങ് പ്രൊഫഷണൽ ഒഴിവുകൾ. 1 യോഗ്യത ബിരുദം കൂടാതെ PGDCA. 3 ഇൻസിമിനറേറ്റർ കം ഡേറ്റ റെക്കോർഡർ. ഒഴിവുകൾ 8 യോഗ്യത മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട VHSC കൂടെ പ്രവൃത്തി പരിചയം. ശമ്പളം ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് 25,000, ഇൻസിമിനേറ്റർ കം ഡേറ്റ റെക്കോർഡർ 25,000. അഭിമുഖം
താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് 12 രാവിലെ 9 മണിക്ക് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. വിലാസം: സെമിനാർ ഹാൾ, ഇന്ദ്രനീലം, കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ്, മണ്ണുത്തി. തിരുവനന്തപുരം ലൈഫ് സയൻസ് പാർക്കിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി കരാറടിസ്ഥാനത്തിലുള്ള നിയമനങ്ങൾക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ലഭ്യമായ തസ്തികകൾ: ടെക്നിക്കൽ ഓഫീസർ, ഇലക്ട്രിക്കൽ, ലബോറട്ടറി മാനേജർ കം മൈക്രോബയോളജിസ്റ്റ്, ലബോറട്ടറി ടെക്നീഷ്യൻ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കം റിസപ്ഷനിസ്റ്റ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനും ഓൺലൈനായി അപേക്ഷിക്കാനും കഴിയും. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 12. IPPB റിക്രൂട്ട്മെൻറ്റ്. പ്രതിമാസം 4 ലക്ഷം രൂപ വരെ ശമ്പളം. സീനിയർ മാനേജർ, അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ജനറൽ മാനേജർ എന്നീ തസ്തികകളിലേക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് തിരയുന്നു. താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അവസാന തീയതിക്ക് മുമ്പ് അപേക്ഷിക്കുക. കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം. റിക്രൂട്ട്മെൻറ്റ്: IPPB റിക്രൂട്ട്മെൻറ്റ്. സീനിയർ മാനേജർ, അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ജനറൽ മാനേജർ. ഒഴിവുകളുടെ എണ്ണം 9. സീനിയർ മാനേജർ പ്രായപരിധി 26 തൊട്ട് 35 വയസ്സ് വരെ. അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ 32 തൊട്ട് 45 വയസ്സ് വരെ. ഡെപ്യൂട്ടി ജനറൽ മാനേജർ 35 തൊട്ട് 55 വയസ്സ് വരെ. ജനറൽ മാനേജർ 38 തൊട്ട് 55 വയസ്സ് വരെ. യോഗ്യത: അപേക്ഷകർ ICAIയിൽ നിന്നുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരായിരിക്കണം. CA ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് 15 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് IT മാനേജ്മെൻറ്റ് BE, BTech, MCA ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം. അപേക്ഷകർക്ക് IT ഡൊമൈനിൽ കുറഞ്ഞത് 12 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. അതിൽ ബാങ്കിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സേവനങ്ങളിലെ IT പ്രവർത്തനങ്ങളിൽ കുറഞ്ഞത് 6 വർഷത്തെ പ്രശസ്തമായ അനുഭവം നിർബന്ധമാണ്. ശമ്പളം: തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 4 ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കും. തിരഞ്ഞെടുപ്പ് പ്രക്രിയ: പേഴ്സണൽ ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ഡിസിഷൻ ഓർ ഓൺലൈൻ ടെസ്റ്റ്. അപേക്ഷാ രീതി: ഓൺലൈൻ. അവസാന തീയതി 9/8/2024. നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ FLC ഫിനാൻസ് ലിറ്ററസി സെൻറ്റർ റൈസിൻ്റെ കൗൺസിലർ തസ്തികയിലേക്ക് താൽപ്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. റിക്രൂട്ട്മെൻറ്റ്: സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ്. തസ്തികയുടെ പേര് FLC. പ്രായപരിധി 65 വയസ്സിന് താഴെയുള്ളവരും നല്ല ആരോഗ്യമുള്ളവരുമായിരിക്കണം. യോഗ്യത: UGC അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം. ശമ്പളം: തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 25,000 രൂപ ലഭിക്കും. തിരഞ്ഞെടുപ്പ് പ്രക്രിയ: പേഴ്സണാലിറ്റി ടെസ്റ്റ് പ്ലസ് ഇൻ്റർവ്യൂ. അപേക്ഷാ രീതി: ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. അപേക്ഷിക്കേണ്ട വിധം: റീജിയണൽ ഹെഡ് സെൻറ്റർ, ബാങ്ക് ഓഫ് ഇന്ത്യ, റീജിയണൽ ഓഫീസ്, 2nd ഫ്ലോർ, 9, ഏരിയ ഹിൽസ്, ജയിൽ റോഡ്, ഭോപ്പാൽ, പിൻ 462011 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. ഓൺലൈൻ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അവസാന തീയതി 8/8/2024. തപാൽ വകുപ്പിലെ 40,000 ജോലി ഒഴിവുകൾ. യോഗ്യത: വെറും 10ാം ക്ലാസ് മാത്രം. തപാൽ വകുപ്പ് ഗ്രാമീൺ സടക് സേവക് തസ്തികയിലേക്ക് 40,000 ഒഴിവുകൾ പ്രഖ്യാപിച്ചു. ഇതിൽ 2000-ഓളം ഒഴിവുകൾ മാഹിയും ലക്ഷദ്വീപും ഉൾപ്പെടുന്ന കേരള സർക്കിളിലാണ്. ലഭ്യമായ തസ്തികകളിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റൻ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഡാക് സേവക് എന്നിവ ഉൾപ്പെടുന്നു. അപേക്ഷകർ 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവരും 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവരുമായിരിക്കണം. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ റോളുകൾക്ക് +2 പാസ് ആവശ്യമാണ്. അപേക്ഷകർക്ക് പ്രാദേശിക ഭാഷ അറിയണം. കമ്പ്യൂട്ടർ വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. സൈക്കിൾ ഓടിക്കാൻ അറിയണം. സ്ഥിര വരുമാനം ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റിക്രൂട്ട്മെൻറ്റ് എന്നതിനാൽ പ്രത്യേക പരീക്ഷ ആവശ്യമില്ല. ശമ്പള പരിധി
10,000 രൂപ തൊട്ട് 29,000 രൂപ വരെ. ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 5. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റ് gds.online.gov.in സന്ദർശിക്കുക. IMC റിക്രൂട്ട്മെൻറ്റ് 300 ഒഴിവുകൾ. ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ IMC വിവിധ അസിസ്റ്റൻറ്റുകളിലേക്കും മറ്റ് തസ്തികകളിലേക്കും അതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വിജ്ഞാപനം പുറത്തിറക്കി. അപേക്ഷ നടപടികൾ നിലവിൽ നടക്കുന്നു. താൽപ്പര്യമുള്ളവർക്കും യോഗ്യതയുള്ളവർക്കും ഈ തസ്തികകളിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ആകെ 306 ഒഴിവുകളാണുള്ളത്. റിക്രൂട്ട്മെൻറ്റ് IMC റിക്രൂട്ട്മെൻറ്റ്. തസ്തികയുടെ പേര് വിവിധ അസിസ്റ്റൻറ്റും മറ്റ് പോസ്റ്റുകളും. ഒഴിവുകളുടെ എണ്ണം 306. യോഗ്യത CPCTയിൽ ടൈപ്പിംഗ് പരിജ്ഞാനവും 12ാം ക്ലാസ് പാസും. അപേക്ഷാ രീതി ഓൺലൈൻ. അവസാന തീയതി ഓഗസ്റ്റ് 5. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ആർമി റിക്രൂട്ട്മെൻറ്റ് 220 ഒഴിവുകൾ. ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസിന് AFMS കീഴിലുള്ള നേഴ്സിംഗ് കോളേജുകളിൽ 2024 ആരംഭിക്കുന്ന 4 വർഷത്തെ BSc നേഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് നീറ്റ് UG 2024 യോഗ്യതയുള്ള വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഇന്ത്യൻ ആർമി അപേക്ഷ ക്ഷണിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഒരു മിലിറ്ററി നേഴ്സിംഗ് സർവീസ് MNS ഓഫീസറായി AFMSൽ സേവനമനുഷ്ഠിക്കുന്നതിന് ഒരു കരാർ അല്ലെങ്കിൽ ബോണ്ട് നടപ്പിലാക്കും. താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ നോക്കാം. റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, ഇന്ത്യൻ ആർമി. കോഴ്സ് BSc നേഴ്സിംഗ്. പോസ്റ്റ് കമ്മീഷൻ ഓഫീസർ. ആകെ ഒഴിവുകൾ 220. യോഗ്യത ഉദ്യോഗാർത്ഥികൾ അവരുടെ സീനിയർ സെക്കൻഡറി പരീക്ഷ ആദ്യ ശ്രമത്തിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവയിൽ വിജയിക്കുകയും കുറഞ്ഞത് 50% മാർക്ക് നേടുകയും ചെയ്തിരിക്കണം. കൂടാതെ ഇന്ത്യൻ ആർമി BSc നേഴ്സിംഗ് 2024 കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിന് നീറ്റ് UG 2024 പരീക്ഷയ്ക്ക് യോഗ്യത നേടേണ്ടത് നിർബന്ധമാണ്. പ്രായപരിധി 17 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെ. അപേക്ഷാ രീതി ഓൺലൈൻ. അറിയിപ്പ് റിലീസ് തീയതി ജൂലൈ 29, 2024. അപേക്ഷ ആരംഭിക്കുന്ന തീയതി ജൂലൈ 29, 2024. അവസാന തീയതി ഓഗസ്റ്റ് 7, 2024. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സ്ക്രീനിംഗ്, ജനറൽ ഇൻ്റലിജൻസ് ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ. ഔദ്യോഗിക വെബ്സൈറ്റ് joinindianarmy.com. ഇന്ത്യൻ ആർമി BSc നേഴ്സിംഗ് കോഴ്സ് 2024 സീറ്റ്സ്. AFMC പൂനെ, മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് MUHS സീറ്റ്സ് 40. AFMC കൽക്കട്ട 30. INHS അശ്വിനി മുംബൈ, മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ് MUHS സീറ്റ് 40. ന്യൂഡൽഹി, ഡൽഹി യൂണിവേഴ്സിറ്റി സീറ്റ്സ് 30. ലക്നൗ 40. ബാംഗ്ലൂർ 40. ടോട്ടൽ 220. കൂടുതൽ വിവരങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.